ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മക്കളെ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഗ്ലാസ് മെനാജറി എന്ന ടെന്നസി വില്യംസിൻ്റെ വർക്കാണ്. ഓക്കെ, ഗ്ലാസ് മെനാജറി. നല്ലൊരു ടെക്സ്റ്റാണ്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇത് കാണിച്ചു തരാം. ദിസ് ഈസ് ഗ്ലാസ് മെനാജറി, ടെന്നസി വില്യംസ് ദ ഗ്ലാസ് മെനാജറി. ഓക്കെ, അതിൽ ഇത് വായിച്ചാകെ നാശമാക്കിയൊരു ഇതാണ്. ഇതിൽ കണ്ടോ, ഗ്ലാസ് മെനാജറി എന്ന് പറയുന്നതിൽ ഇത് 2 പാർട്ടായിട്ടാണ് നടക്കുന്നത്. വൺ ഈസ് പ്രിപ്പറേഷൻ ഫോർ എ ജെൻറ്റിൽമാൻ കോളർ, ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ദ ജെൻറ്റിൽമാൻ കോൾസ്. ഓക്കെ, അതായത് ഇതിൽ എന്താ പറയുക, ഒരു സെയിൻറ്റ് ലൂയിസ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മുടെ സീൻ നടക്കുന്നത്. ഇറ്റ്സ് എ 1 act പ്ലേ. മേജർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വൺ ഈസ് അമാൻഡ വിങ്ഫീൽഡ്, ഷീ ഈസ് ദ മദർ, ആൻഡ് അനദർ ലോറ വിങ്ഫീൽഡ്, ഹർ ഡോട്ടർ, ദെൻ ടോം വിങ്ഫീൽഡ്, ഹർ സൺ. ഓക്കെ, ദെൻ ജിം ഓ കോണർ, ഹീ ഈസ് ദ ജെൻറ്റിൽമാൻ കോളർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു പ്ലേയിൽ അമാൻഡ വിങ്ഫീൽഡ് എന്ന് പറയുന്ന ആ വിങ്ഫീൽഡ് ഫാമിലിയുടെ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു 1 act പ്ലേയിൽ നമ്മൾ കാണുന്നത്. ഇതിൽ നമ്മുടെ ലോറ വിങ്ഫീൽഡും ടോം വിങ്ഫീൽഡും 2 പേരാണുള്ളത്. അവരൊക്കെ ഒരു ഇമാജിനറി വേൾഡിൽ ജീവിക്കുന്നവരാണ്. ഇതിലുള്ള ഒരു റിയൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഓൺലി ദിസ് ജെൻറ്റിൽമാൻ കോളർ. ജെൻറ്റിൽമാൻ കോളർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, പെണ്ണ് കാണാൻ വരുന്ന ഒരാൾ. അപ്പോൾ ഇതിൽ ഒരു ജിം ഓ കോണർ എന്ന് പറയുന്ന ഒരാളാണ് ജെൻറ്റിൽമാൻ കോളറായിട്ട് വരുന്നത്. അതായത് ലോറ എന്ന് പറയുന്ന ലേഡിയെ എന്ത് ചെയ്യാൻ വരുന്നത്, പെണ്ണ് കാണാൻ വരുന്ന ഒരാൾ. ഓക്കെ, അപ്പോൾ അത്രയും 4 ക്യാരക്ടേഴ്സാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതൊരു സീൻ വൈസ് ആയിട്ടുള്ള എന്താ പറയുക സമ്മറി നമുക്ക് ജസ്റ്റ് പറയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാനിത് വായിച്ചെടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു, ബട്ട് നമുക്കെന്തില്ല, അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം, സമ്മറി പറയാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ടെന്നസി വില്യംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആരാണ് ടെന്നസി വില്യംസ്? അതായത് തോമസ് ലാനിയോ വില്യം തേർഡ്. അതായത് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് തോമസ് ലാനിയോ വില്യം തേർഡ് എന്നാണ്. ആൻഡ് ഹി വാസ് നോൺ ബൈ ഹിസ് പെൻ നെയിം ടെന്നസി വില്യം. അദ്ദേഹത്തിൻ്റെ പെൻ നെയിമാണ് എന്ത്, ടെന്നസി വില്യം. അദ്ദേഹം ഒരു അമേരിക്കൻ പ്ലേ റൈറ്റാണ്, സ്ക്രീൻ റൈറ്ററാണ്. ഓക്കെ, along with his contemporary Eugene O'Neill and Arthur Miller. I think you heard about these names അല്ലേ. അപ്പോൾ he is considered among these 3 or 4 most playwrights of the 20th century America drama. Okay, പിന്നെ he becomes popular by the play Glass Menagerie that was published in 1944 in New York City. ഓക്കെ, അതായത് 1944 അദ്ദേഹം പബ്ലിഷ് ചെയ്ത ദ ഗ്ലാസ് മെനാജറി എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക സ്റ്റോറിയിലൂടെയാണ് ഹി ബിക്കം ഫേമസ്. ഓക്കെ, 1944 ഹി ബിക്കം ഫേമസ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം നമ്മൾ പറഞ്ഞു ഫേമസ് ആകുന്നത് അദ്ദേഹത്തിൻ്റെ പ്ലേ ആയ ഗ്ലാസ് മെനാജറി എന്ന പ്ലേയിലൂടെയാണ്. ആ പ്ലേയിലൂടെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു പ്ലാസ്റ്റിക് തിയേറ്ററാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ആ ഒരു എന്താ പറയുക, ഒരു റിയൽ ആയിട്ടുള്ള ഒരു തിയേറ്റർ ആയിരുന്നില്ല, ഇറ്റ്സ് ആൻ ഇമാജിനറി ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ദിസ് പ്ലേ ഹാസ് സം ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ്. വി വിൽ ഡിസ്കസ് ദാറ്റ് തിങ്സ് ആഫ്റ്റർ അവർ എന്താ പറയുക സ്റ്റോറി സമ്മറി ചെയ്തതിന് ശേഷം വി വിൽ ഡിസ്കസ് ദ തിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഗ്ലാസ് മെനാജറി എന്ന് പറയുന്ന സ്റ്റോറി ഇറ്റ് ഹാസ് സം അസോസിയേഷൻ വിത്ത് ദ ലൈഫ് ഓഫ് ദ റൈറ്റർ ഓർ ടെന്നസി വില്യംസ്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് റിഫ്ലെക്ട്സ് ഹിസ് ഓൺ അൺഹാപ്പി ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു അൺഹാപ്പി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്റ്റോറിയാണ് ദ പ്ലേ ഗ്ലാസ് മെനാജറി. ഓക്കെ, വാട്ട് ഈസ് മെനാജറി? ഗ്ലാസ് മീൻസ് we know glass, and menagerie means എന്താ പറയുക, ഇസ് റിലേറ്റഡ് വിത്ത് ദ ആനിമൽ സൂ പോലെയുള്ള കാര്യങ്ങളില്ലേ, അതായത് ആനിമൽസിനൊക്കെ വെക്കുന്ന സ്ഥലം അല്ലെങ്കിൽ മൃഗശാല പോലെയുള്ള സ്ഥലം ഇസ് റിലേറ്റഡ് വിത്ത് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് മെനാജറി എന്ന് പറഞ്ഞാൽ ദ ആനിമൽസ് ഓർ ദ ഇമേജസ് ഓഫ് ദ ആനിമൽസ് ദാറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് ദി
ഗ്ലാസ് ആണ്. ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ആനിമൽസിൻ്റെ ഇമേജസ് ഉണ്ടല്ലോ, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. പിന്നെ ഹിസ് ഫേമസ് പ്ലേസ് ആർ ഇൻക്ലൂഡഡ് എ സ്ട്രീറ്റ് കാർ നെയിംഡ് ഡിസയർ. ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് പ്ലേ. ഓക്കെ, ഇഫ് യു ഗെറ്റ് ദ ടൈം യു ഷുഡ് റീഡ് ദ പ്ലേ എ സ്ട്രീറ്റ് കാർ നെയിംഡ് ഡിസയർ. Such a beautiful story. Cat on a hot tin roof and Sweet Bird of the Youth, The Night of the Iguana. These are the main major works of Tennessee Williams. And another important feature of his play as most of his works were adapted for cinema. Okay, and he also wrote short story, poetry, essay, and also a volume of memories. Okay, these are the main things about Tennessee William. Now we are going through the play Glass Menagerie. One second. Okay, the play Glass Menagerie, it was known as a memory play. What's called memory play? Because it is based on the way the play's narrator Tom remembers the event. We know that there are only 4 characters, 3 major characters and a minor character. One is Amanda Wingfield. Amanda is the mother. Another one is Laura Wingfield. It is her daughter. Then Tom Wingfield. And the present play Glass Menagerie is known as a memory play. What is called? It is a memory play. And why it is called memory play? Because the play is based on the memory or the memory of the events that made by the narrator Tom. Tom എന്ന് പറയുന്ന narrator made ചെയ്യുന്ന മെമ്മറിയാണ് നമ്മൾ ഏതിലൂടെ കാണുന്നത്? ഈ ഒരു ഗ്ലാസ് മെനാജറിയിലൂടെ കാണുന്നത്. ഓക്കെ, ഇത് വളരെ എന്താ പറയുക, 1 second. ഓക്കെ, അപ്പോൾ പിന്നെ പറയുന്നത്, നേരത്തെ അത് ചെറിയൊരു എഴുത്തായതുകൊണ്ട് നിന്ന് മാറ്റിയത് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത് നെറേറ്റർ, ദ സ്റ്റോറി ഈസ് ടോൾഡ് ടു us ബൈ ദ ടോം വിങ്ഫീൽഡ് അല്ലേ. അതായത് അദ്ദേഹം ഒരു നെറേറ്റർ എന്ന് പറയുന്നത് ടോം വിങ്ഫീൽഡ് എന്ന് പറയുന്ന മകനാണ്. ഹി റിമെമ്പേഴ്സ് ദ ഇവൻറ്റ്സ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് ഈ ഒരു സ്റ്റോറി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലേ ഈസ് കോൾഡ് ആസ് എ മെമ്മറി പ്ലേ. The story is told to us by the Tom Wingfield, a merchant marine, looking back on the depression years he spent with his overbearing southern gentle mother and Amanda and his physically disabled, cripplingly shy sister Laura. അതായത് ഇതിൽ ആ ടോം എന്ന് പറയുന്ന ക്യാരക്ടർ തൻ്റെ ആ ഒരു പാസ്റ്റ്, എങ്ങനെയുള്ള പാസ്റ്റാണ്, അതായത് ഡിപ്രഷൻ ഓഫ് ഇയേഴ്സ് ദാറ്റ് ഹി സ്പെൻഡ് ആണ്. അതായത് അത്രയും ഡിപ്രഷനോട് കൂടി താൻ സ്പെൻഡ് ചെയ്ത തൻ്റെ ആ ഒരു പാസ്റ്റിനെ കുറിച്ച് അദ്ദേഹം ഓർമ്മിക്കുകയാണ്. കാരണം തൻ്റെ അമ്മ അമാൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷി വാസ് എ സതേൺ ജെൻറ്റിൽ മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അമേരിക്കൻ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് അമേരിക്കൻ സൗത്ത്, അതായത് ഇവിടെ അമാൻഡ എന്ന് പറയുന്നത് ഷീസ് കോൾഡ് റെഫേഴ്സ് ടു ദ പാസ്റ്റ് ഏർലി 20th ആണ്. അതായത് ഏർലി 20s മുന്നേയുള്ള ഒരു ലൈഫായിരുന്നു അവൾ എന്ത് ചെയ്തത്, നയിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഷീസ് even though she is living in the present, she is always goes back to her past ആണ്. അതായത് തൻ്റെ പാസ്റ്റ് സദേൺ ലൈഫിലേക്ക് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഡി ആയിരുന്നു. തൻ്റെ ഓർമ്മകളിലൂടെ എപ്പോഴും തൻ്റെ പാസ്റ്റിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു ആര്, തൻ്റെ ഗ്ലോറിഫുൾ ആയിട്ടുള്ള തൻ്റെ നോബിൾ വേ ഓഫ് ലൈഫായിരുന്നു ആരുടേത്, ഈ ഒരു ലേഡിയുടേത് ഇൻ ഹർ പാസ്റ്റ്. അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും അവളുടെ ആ ഒരു ലക്ഷൂരിയസ് ആയിട്ടുള്ള അവളുടെ ആ ഒരു ലൈഫായിരുന്നു ആരെപ്പോഴും ഓർമ്മിക്കാറ്, ഈ അമ്മ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു അമ്മയുടെ ഒപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈസ് എ ഡിപ്രഷൻ ഇയർ ഫോർ ദിസ് മാൻ. ആൻഡ് ഓൾസോ ദ സ്പെഷ്യാലിറ്റി ഓഫ് ഹിസ് സിസ്റ്റർ ലോറ, ഷീസ് എ ക്രിപ്പിൾഡ് ഓർ എ ഫിസിക്കലി ഡിസാബിൾഡ് വൺ. അതായത് ഒരു മുടന്തുണ്ടായിരുന്നു ആർക്ക്, ദിസ് ലോറ എന്ന് പറയുന്ന ലേഡിക്ക്, തൻ്റെ സിസ്റ്ററിന്. അങ്ങനെയുള്ള അവരുടെ ഒപ്പം ആയിരുന്നു ആര് ജീവിച്ചിരുന്നത്, നമ്മുടെ ടോം ജീവിച്ചിരുന്നത്. ഓക്കെ, അതിൽ അവിടെ അമാൻഡ എന്ന് പറഞ്ഞ ലേഡി ഹിയർ ഷീ ഈസ് ട്രൈങ് ടു
give her children a life beyond the decrees of the സെയിൻറ്റ് ലൂയിസ് ടെനൻറ്റ്. അവർ താമസിക്കുന്ന സെയിൻറ്റ് ലൂയിസ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിന് അപ്പുറത്തേക്ക് അവരെ കൊണ്ടുപോകാൻ ആര് ശ്രമിക്കുന്നുണ്ട്? അമാൻഡ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഷീ ഹെർസെൽഫ് ഈസ് ട്രാപ്ഡ് ബൈ ദിസ് ഐഡിയലൈസ്ഡ് മെമ്മറി ഓഫ് ഹെർ പാസ്റ്റ്. പക്ഷേ അവൾ തന്നെ ജീവിച്ചത് അവളുടെ ആ ഒരു ഐഡിയലൈസ്ഡ് മെമ്മറി ഓഫ് ദ പാസ്റ്റ് ആണ്. അവളുടെ ആ ഒരു പാസ്റ്റിലായിരുന്നു ആര് ജീവിച്ചത് എന്ന് പറഞ്ഞാൽ അവൾ പോലും ഒരു ട്രാപ്പിലായിരുന്നു. പക്ഷെ അതറിയാതെയായിരുന്നു ഷീ ട്രൈസ് ടു ഗെറ്റ് അവേ ഫ്രം ദിസ് അപ്പാർട്ട്മെൻ്റ് ആണ് അല്ലേ. ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിന്ന് അവൾക്ക് വല്ലാതെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ത് ചെയ്യാൻ വേണ്ടി, പുറത്ത് ചാടാൻ വേണ്ടി. പക്ഷെ അവൾ അറിയാതെ അവൾ തന്നെ ഒരു ട്രാപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ടോം എന്ന് പറയുന്ന മാൻ ഇൻ ദ പാസ്റ്റ് ഹി വാസ് വർക്കിംഗ് അറ്റ് ദ ഷൂ ഫാക്ടറി ആൻഡ് പേയിങ് ഫാമിലീസ് റെൻറ്റ്. അതായത് ഇവൻ ദോ ദിസ് മാൻസ് ഇൻട്രസ്റ്റ് ഈസ് ഇൻ റൈറ്റിംഗ് പോയട്രി ആൻഡ് അതർ ക്രിയേറ്റീവ് തിങ്സ്, ബട്ട് ഇൻ ഓർഡർ ടു ഗെറ്റ് മണി ഓർ ഇൻ ഓർഡർ ടു ലുക്ക് ആഫ്റ്റർ ഹിസ് ഓൺ ഫാമിലി ഹി വാസ് വർക്കിംഗ് ഇൻ എ ഷൂ ഫാക്ടറി. ഒരു വെയർ ഹൗസിലായിരുന്നു ആര് ജീവിച്ചിരുന്നത്? ടോം ജീവിച്ചിരുന്നത്. തൻ്റെ ഫാമിലിയെ നോക്കാൻ വേണ്ടിയും ഫാമിലിയുടെ റെൻ്റ് അടക്കാൻ വേണ്ടിയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു ഷൂ ഫാക്ടറിയിൽ വർക്ക് ചെയ്തു. ഓക്കെ, അതുമാത്രമല്ല ഹി ഫൈൻഡ്സ് ഹിസ് ഓൺ എസ്കേപ്പ് ഇൻ ഡ്രിങ്കിങ് ആൻഡ് ഗോയിങ് ടു ദ മൂവി അല്ലേ. അതായത് അദ്ദേഹം തൻ്റെ ഈ ഒരു ഡിപ്രഷനായിട്ടുള്ള ഈ പ്രസൻറ്റിൽ നിന്ന് കൺസൊലേഷൻ കണ്ടത് എങ്ങനെയാണ്? ബൈ ഡ്രിങ്കിങ് ആൻഡ് ഓൾസോ ബൈ ഗോയിങ് ടു ദ മൂവീസ്. ഓക്കെ, അതുമാത്രമല്ല ബട്ട് അറ്റ് ദ സെയിം ടൈം ദ ലേഡി ലോറ, അതായത് ലേഡി എന്ന് ലോറയായ ആ ഒരു എന്താ പറയുക സിസ്റ്റർ, അവൾ എന്ത് ചെയ്തു? ഷീ ഓൾവേസ് എൻഗേജ്ഡ് ഇൻ ഗ്ലാസ് ഫിഗർനെസ് ആണ്. അവൾ കൂടുതലും ഇങ്ങനെയുള്ള ഗ്ലാസ് ഫിഗർനെസ്സിലായിരുന്നു ആർക്ക് ഇൻട്രസ്റ്റ്? നമ്മുടെ ലോറയ്ക്ക്. ഓക്കെ, അതുമാത്രമല്ല ടോം പ്രഷറൈസ്ഡ് ബൈ ഹിസ് മദർ ടു ഹെൽപ്പ് ഫൈൻ ലോറ എ സ്യൂട്ടബിൾ ഹസ്ബൻഡ് അല്ലേ. പിന്നെ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം, ഇപ്പോൾ വായിക്കണ്ട. അതായത് ഇതിലെന്ത് ചെയ്യാണ് ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ജെൻറ്റിൽമാൻ കോളർ. അമ്മ ഓൾവേസ് നമ്മുടെ ടോമിനെ ഇങ്ങനെ പ്രഷറൈസ് ചെയ്യും എന്തിനു വേണ്ടിയിട്ട്? ടു ഗെറ്റ് എ ജെൻറ്റിൽമാൻ കോളർ. ആരെ കൊണ്ടുവരാൻ വേണ്ടി? തൻ്റെ മകൾക്ക് വേണ്ടി ഒരു നല്ലൊരു പാർട്ട്ണറെ കൊണ്ടുവരാൻ, ഒരു നല്ലൊരു ഹസ്ബൻഡിനെ, സ്യൂട്ടബിളായിട്ടുള്ള ഒരു ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ വേണ്ടി എപ്പോഴും ആരെ പ്രഷറൈസ് ചെയ്യാറുണ്ട്? ടോമിനെ. അങ്ങനെ അയാൾ കൊണ്ടുവന്നതും അതിനെ കൊണ്ടുണ്ടായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, നല്ലൊരു സ്റ്റോറിയാണ്. നിങ്ങൾക്ക് വായിക്കാൻ, ഒറിജിനൽ ടെക്സ്റ്റ് വായിക്കാൻ സമയമുണ്ടെങ്കിൽ വായിക്കട്ടോ. അപ്പോൾ സീൻ 1 ഇതിൽ തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ആര്? നമ്മുടെ ടോം പറയാണ് ആ ഒരു പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 1 സെക്കൻഡ്. അതായത് തുടങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, the play is a memory and I am the narrator of the play, also a character in it അല്ലേ. അദ്ദേഹം പറയുന്നതാണ് അല്ലേ. അതർ ക്യാരക്ടർ ആർ മൈ മദർ അമാൻഡ. ഇതൊക്കെ ആ ടെക്സ്റ്റിലുള്ളത് കേട്ടോ. ദ അതർ ക്യാരക്ടേഴ്സ് ആർ മൈ മദർ അമാൻഡ, മൈ സിസ്റ്റർ ലോറ ആൻഡ് എ ജെൻറ്റിൽമാൻ കോളർ ഹു അപ്പിയേഴ്സ് ഇൻ ദ ഫൈനൽ സീൻ. ഓക്കെ, എന്നിട്ട് പറയുന്നുണ്ട് ഹീ ഈസ് ദ മോസ്റ്റ് റിയലിസ്റ്റിക് ക്യാരക്ടർ ഇൻ ദ പ്ലേ. ഈ പ്ലേയിലുള്ള ഒരേ ഒരു റിയലിസ്റ്റിക് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദിസ് ജെൻറ്റിൽമാൻ കോളർ അല്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ടോം, അതായത് ടോമാണ് ഇതിൽ പറയുന്നത്, ഐ ഹാവ് ട്രിക്സ് ഇൻ മൈ പോക്കറ്റ്. അയാളാണ് നെറേറ്റർ. നമ്മളോട് പറയാണ്, റീഡേഴ്സിൻ്റെയോട് അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെയോട് പറയാണ്, ഐ ഹാവ് സം ട്രിക്സ് ഇൻ മൈ പോക്കറ്റ് അല്ലേ. എന്നിട്ടോ ബട്ട് ഐ ആം ഓപ്പോസിറ്റ് ഓഫ് ദ സ്റ്റേജ് മജീഷ്യൻ. എൻ്റെ കയ്യിൽ ഒരുപാട് ട്രിക്കുകളുണ്ട് എൻ്റെ പോക്കറ്റിൽ, പക്ഷെ അതൊന്നും ഓപ്പോസിറ്റ് ഓഫ് ദ സ്റ്റേജ് മജീഷ്യൻ. ഞാനൊരു സ്റ്റേജ് മജീഷ്യനെ പോലെയല്ല. കാരണം ദ മജീഷ്യൻ ഹീ ഗിവ്സ് യു ഇല്യൂഷൻ. അദ്ദേഹം നിങ്ങൾക്ക് തരുന്നത് മായ, ഇല്യൂഷനാണ്. ദാറ്റ് ഹാസ് ദ അപ്പിയർനെസ് ഓഫ് എ ട്രൂത്ത് ആണ്. അതായത് ഒരു മജീഷ്യൻ, ഞാൻ എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഒരു ട്രിക്ക് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എന്നിട്ട് പറയാണ്, പക്ഷെ ഞാൻ അദ്ദേഹത്തെ പോലെയല്ല. കാരണം ഒരു മജീഷ്യൻ എന്താ ചെയ്യുക? അദ്ദേഹം നിങ്ങൾക്ക് തരിക എന്താണെന്ന് വെച്ചാൽ ആൻ ഇല്യൂഷൻ ഇറ്റ് ഹാസ് എൻ അപ്പിയർനെസ് ഓഫ് ദ ട്രൂത്ത് ആണ്. അതായത് മായ അല്ലെങ്കിൽ ഇല്യൂഷൻ എന്തിൻ്റെ അപ്പിയർനെസ്സിൽ? ട്രൂത്തിൻ്റെ അപ്പിയർനെസ്സിലാണ് നിങ്ങൾക്ക് തരിക. പക്ഷേ ഞാനിവിടെ എന്താ തരുന്നത്? ഐ ഗിവ് യു, ഇവിടെ കണ്ടോ, ട്രൂത്ത് ഇൻ ദ പ്ലസൻറ്റ് ഡിസ്ഗൈസ് ഓഫ് ദ ഇല്യൂഷൻ. വളരെ നല്ലൊരു എന്താ പറയുക, ഒരു മെമ്മറി പ്ലേ ആണെന്നുള്ള നല്ലൊരു എക്സാമ്പിളാണ് അയാളുടെ വേർഡ്സ്. അയാൾ പറയാണ്,
ഒരു മജീഷ്യനെ പോലെ എൻ്റെ കയ്യിൽ കുറച്ച് ട്രിക്സുകളുണ്ട് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ആ ട്രിക്കുകളെന്ന് പറഞ്ഞാൽ മജീഷ്യൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. മജീഷ്യൻ നിങ്ങൾക്ക് ഇല്യൂഷൻ എന്തിൻ്റെ രൂപത്തിൽ തരും? ഒരു ട്രൂത്തിൻ്റെ രൂപത്തിൽ തരികയാണെങ്കിൽ ഞാൻ തരുന്നത് എങ്ങനെയാണ്? ട്രൂത്ത് ഇൻ ദ പ്ലസൻറ്റ് ഡിസ്ഗൈസ് ഓഫ് ഇല്യൂഷൻ. ഇവിടെ ഇല്യൂഷൻ്റെ രൂപത്തിലുള്ള ഒരു ട്രൂത്താണ് ഞാൻ തരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, directly he is addressing to the audience ആണ്. സീൻസ് ആർ മെമ്മറി therefore നോൺ റിയലിസ്റ്റിക്. ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു മെമ്മറിയാണ്, അതുകൊണ്ട് തന്നെ ഇത് നോൺ റിയലിസ്റ്റിക് ആണ്, റിയലിസ്റ്റിക് അല്ല അല്ലേ. മെമ്മറി ഒമിറ്റ്സ് ഓർ ലീവ്സ് ഔട്ട് ഡീറ്റെയിൽസ് ആൻഡ് എക്സാജറേറ്റ് ദം അക്കോർഡിംഗ് ടു ദ വാല്യൂ ഓഫ് ദ മെമ്മറി അല്ലേ. അതിൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് കാണാൻ പറ്റുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ അത് എക്സാജറേറ്റ് ചെയ്തുകൊണ്ടും അല്ലേ എൻ്റെ ഓർമ്മക്കനുസരിച്ചുമാണ് ഞാനതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. മെമ്മറി ആസ് യു എക്സ്പ്ലെയിൻ റെസ്റ്റ് മെയിൻലി ഇൻ ദ ഹാർട്ടാണ് അല്ലേ. അദ്ദേഹം പറയാണ് ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെസ്റ്റ് ഇൻ ദ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തിലാണ് അത് ജീവിക്കുന്നത്. We learn from the narrator that the gentleman caller character is the most realistic because he is from the world of reality. അതിൽ ടോം തന്നെ പറയുന്നുണ്ട് ഒരേ ഒരു റിയലിസ്റ്റിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ജെൻറ്റിൽമാൻ കോളറായി വരുന്ന ആര് മാത്രമാണ്? എന്തായിരുന്നു ക്യാരക്ടർ പേര്? 1 second. ജിം മാത്രമാണ് ഒരേ ഒരു റിയലിസ്റ്റിക് ക്യാരക്ടർ ബിക്കോസ് he is come from the world of reality and symbolizes the expected something that we live for അല്ലേ. അദ്ദേഹം ആരാണ്? he symbolizes the thing that expected something that we live for. ഞങ്ങൾ ജീവിക്കുന്നതിനെ അല്ലേ സിംബലൈസ് ചെയ്തു. what we expect something. the photograph is of the father. അവിടെ വീട്ടിൽ നമ്മൾ ഫസ്റ്റ് സീനിൽ കാണുന്നത് ആ ഒരു അപ്പാർട്ട്മെൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ആ അപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നതാണ് ഫോട്ടോഗ്രാഫ്സ്. അച്ഛൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് അവിടെ കാണാം. ഫാദർ ഹൂ ലെഫ്റ്റ് ദ ഫാമിലി എ ലോങ് ടൈം എഗോ. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഫാമിലി ഒഴിവാക്കിപ്പോയ അച്ഛൻ്റെ ഫോട്ടോ ആണ് അവിടെ ഹാങ് ചെയ്യുന്നത് അല്ലേ. അതും അവിടെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അച്ഛനിങ്ങനെ ആ ഒരു ഫോട്ടോഗ്രാഫിൽ ഇരുന്നു കൊണ്ട് ഹീ സ്മൈലിംഗ് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സ്റ്റോറി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഫോട്ടോയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ആര് പറയുന്നുണ്ട്? ടോം പറയാണ്. അപ്പോൾ ഒരു പുഞ്ചിരി തൂകുന്ന മുഖമായിട്ടാണ് ആരെ കാണാൻ പറ്റുന്നത്? ഈ അച്ഛൻ്റെ ഫോട്ടോഗ്രാഫ് കാണാൻ പറ്റുന്നത് എന്നും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പറയുന്നതാണ് ഓക്കെ. അപ്പോൾ പിന്നെ അമാൻഡ ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ അമാൻഡ എന്ന് പറയുന്ന അമ്മ ഷി ബിഗിൻസ് ടോക്കിംഗ് ഡിസ്ക്രൈബിങ് ഓൾ ഹെർ ജെൻറ്റിൽമാൻ കോളർ ഫ്രം ഹെർ സദേൺ ബ്ലൂ മൗണ്ടെയിൻ ഡേയ്സ്. അതേ ബ്ലൂ മൗണ്ടെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുട്ടിക്കാലം സ്പെൻഡ് ചെയ്ത തൻ്റെ യങ് ആയപ്പോൾ അമാൻഡ സ്പെൻഡ് ചെയ്ത സ്ഥലത്തിൻ്റെ പേരാണ് ബ്ലൂ മൗണ്ടെയിൻ. ആൻഡ് ഹിയർ ദ പ്ലേ ബിഗിൻസ് ബൈ ഹെർ റീകോൾ ആണ്. അതായത് അവളിങ്ങനെ ഓർമ്മിക്കുകയാണ് ആര്? അമാൻഡ. അവൾ ബ്ലൂ മൗണ്ടെയിൻ ഡേയ്സിൽ അവൾ എത്രമാത്രം ജെൻറ്റിൽമാൻ കോളേഴ്സിനെ വെൽക്കം ചെയ്തിട്ടുണ്ട്, അത്രമാത്രം എന്തായിരുന്നു ബ്യൂട്ടിഫുൾ ആയിരുന്നു, അത്രമാത്രം ജെൻറ്റിൽമാൻ കോളേഴ്സ് ആരെ തേടി വന്നിട്ടുണ്ട്? അമാൻഡയെ തേടി വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ആര് പോംപസ് ചെയ്തുകൊണ്ട് പറയുക? അമാൻഡ. ഓക്കെ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആര്? അമാൻഡ. അപ്പോൾ തുടക്കം തന്നെ നമ്മൾ അതാണ് കാണുന്നത്. അപ്പോൾ ലോറ ആ ഒരു മകൾ ക്രിപ്പിൾഡ് ആയിട്ടുള്ള മകളും ഷി സിംപ്ലി ടെൽസ് ഹെർ മദർ ദാറ്റ് നൺ ഓഫ് ദോസ് കോളേഴ്സ് ആർ കമ്മിങ് ഫോർ ഹെർ. അതിലാരും തന്നെ അങ്ങനെയുള്ള ഒരാളും തന്നെ കാണാൻ വന്നില്ല എന്നുള്ളൊരു സങ്കടമാണ് ആര് പറയുന്നത്? ലോറ പറയുന്നത്. Now the second scene, Amanda comes home and says deceptions. She tells Laura that she visited Laura's business college. നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിൽ സെക്കൻഡ് സീനിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ അമാൻഡ അവിടത്തേക്ക് വരികയാണ് അല്ലേ. എന്നിട്ട് വന്നുകൊണ്ട് ആരെ വിളിക്കുന്നുണ്ട്? തൻ്റെ മകളെ വിളിച്ചുകൊണ്ട് പറയാണ് ഡിസപ്ഷൻ അല്ലേ, ചതിയാണ്, ചീറ്റിംഗ് ആണ് എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്നിട്ടോ അപ്പോൾ മകൾ വന്നിട്ട് ചോദിക്കും എന്താ വാട്ട് ഹാപ്പൻഡ് യുവർ മീറ്റിംഗ് അല്ലേ, നിങ്ങൾ മീറ്റിങ്ങിന് പോയതല്ലേ, എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ഇറ്റ് ഈസ് നോട്ട് ദ മാറ്റർ അല്ലേ, ഇതൊന്നുമല്ല പ്രശ്നം, എന്താ എനിക്ക് വേറൊരു പ്രശ്നമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്. എന്തായിരുന്നു? അവൾ മകൾ തൻ്റെ മകളെ അവർ എന്ത് ചെയ്താണ് കോളേജിലേക്ക് അയച്ചിട്ടുണ്ട്. അമാൻഡ ദിവസവും കോളേജിലേക്ക് അയക്കാറുണ്ട്. ബട്ട് അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴി എന്ത് ചെയ്യാണ്? ഷീ വിസിറ്റഡ് ലോറാസ് ബിസിനസ് കോളേജ് ആൻഡ് നൗ നോസ് ദാറ്റ് ഷീ ഹാസ് ബീൻ ലൈയിങ് ടു ഹെർ. അതായത് ദിവസം കോളേജിൽ എന്ന് പറഞ്ഞുകൊണ്ട് ലോറ കോളേജിൽ പോകാതെ
അല്ലേ, പുറത്ത് വേറെ പോയി തങ്ങി നടക്കാറാണെന്നുള്ള കാര്യം ആരറിയാണ്? അമാൻഡ അറിയുകയാണ്. അതുകൊണ്ടാണ് കേറി വന്നിട്ട് പറയുന്നത് ഡിസപ്ഷൻ ഡിസപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ലോറ എക്സ്പ്ലെയിൻ ഷി ഹാസ് ബീൻ വാക്കിംഗ് ഓൾ ഡേ ബിക്കോസ് ഷീ ത്രൂ അപ്പ് വെൻ ഷി വെൻറ്റ് ടു ടൈപ്പിംഗ് ക്ലാസ് ആൻഡ് വാസ് ടു എംബ്രൈസ്ഡ് ആൻഡ് അഫ്രൈഡ് ടു ഗോ ബാക്ക്. അതായത് ലോറയെ ടൈപ്പിംഗ് പഠിക്കാൻ വേണ്ടിയായിരുന്നു എവിടെ അയച്ചത്? കോളേജിൽ അയച്ചത്. പക്ഷേ അവൾ എന്ത് ചെയ്തു? അവിടെ പോകാതെ അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കറങ്ങി നടക്കാൻ തുടങ്ങി അല്ലേ. അവിടെ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും. അമ്മ ചോദിക്കാണ് നീ എന്തായിരുന്നു അവിടുന്ന് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു ടൈപ്പിംഗ്, കാരണം അവളുടെ ആ ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി കാരണം അവൾ എന്ത് ചെയ്യാറില്ല, ഞാനങ്ങനെ എവിടെ പോകാറില്ല, കോളേജിലേക്ക് കയറാറില്ല, അവിടെ എവിടെയൊക്കെ ചുറ്റി നടക്കാറാണ് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ അവൾ പറയുന്നുണ്ട് ഞാൻ സാധാരണ കോളേജിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എവിടെ പോകും? ആർട്ട് മ്യൂസിയം കാണാൻ പോകാറുണ്ട്, ബേർഡ് ഹൗസസ് കാണാൻ പോകാറുണ്ട്, സൂവിൽ അല്ലേ വിസിറ്റ് ചെയ്യാറുണ്ട് അല്ലേ, പിന്നെയോ പെൻഗിൻസിനെ കാണാൻ പോകാറുണ്ട്, മൂവീസ് കാണാൻ പോകാറുണ്ട്, ജ്വൽ ബോക്സ് അതായത് ജ്വൽ ബോക്സുകളുടെ വലിയ കളക്ഷൻ കാണാൻ പോകാറ്. ഇതൊക്കെയായിരുന്നു അവളുടെ ഇൻട്രസ്റ്റ്. എന്ന് പറഞ്ഞാൽ അവൾ ആർട്ട് മ്യൂസിയവും സൂവും പിന്നെയോ ബേർഡ് ഹൗസസും ഇതൊക്കെയായിരുന്നു അവളുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയ. അല്ലെങ്കിൽ മൂവി കാണാൻ പോവുക, അങ്ങനത്തെ കാര്യങ്ങളിലായിരുന്നു ആര് കൂടുതൽ ഇൻട്രസ്റ്റ് ആയത്? ലോറ. അതായത് കോളേജിൽ ആര് പോകാറില്ലായിരുന്നു? ലോറ. കാരണം അവളുടെ ആ ഒരു ക്രിപ്പിൾ അല്ലെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി അവളെ എല്ലാ അവളുടെ എന്താ പറയുക, അവൾക്ക് എന്തുണ്ടായിരുന്നില്ല ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത മറവി. അതായത് അവൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നില്ല അവിടെ പോകാനുള്ള കോളേജിൽ. അങ്ങനെ അമ്മയോട് പറയാതെ അവൾ എന്ത് ചെയ്യാറുണ്ട്, കോളേജിൽ പോവാറില്ല. ഇതൊക്കെ പക്ഷെ ആര് കണ്ടെത്തുകയാണ്? അമാൻഡ സെക്കൻഡ് സീനിൽ അങ്ങനെ കണ്ടെത്തുകയാണ്. അത് ഷി വാസ് അഫ്രൈഡ് ടു ഗോ ടു സ്കൂളായിരുന്നു. ആൻഡ് അമാൻഡ വൈൻസ് ടു ഹെർ ഡോട്ടർ അബൌട്ട് ഹെർ ടെറർ ഓഫ് വാട്ട് വിൽ ഹാപ്പൻ ടു ടു ഓഫ് ദം ഇഫ് ലോറ റിമെയിൻസ് അൺട്രെയിൻഡ് ഓർ വർക്ക്. അപ്പോൾ അമാൻഡ തൻ്റെ എന്ത് പറയാണ്, പേടി പറയാണ്. വാട്ട് വിൽ ഹാപ്പൻ ടു യു അല്ലേ, ഞങ്ങളില്ലാത്തൊരു സമയം നിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? വിത്തൗട്ട് ഹാവിങ് എനി ട്രെയിൻഡ് ഫോർ എനി വർക്കാണ്. ഒരു വർക്കും അറിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും അല്ലേ, നീ എങ്ങനെ ഏൺ ചെയ്യും നിൻ്റെ ഫ്യൂച്ചറിൽ എന്നൊക്കെ ആരിങ്ങനെ വല്ലാതെ വേവലാതിപ്പെടുകയാണ് അമാൻഡ തൻ്റെ മകളെക്കുറിച്ച്. ഓക്കെ, അമാൻഡ ഡിസൈഡ്സ് ലോറ വിൽ ഹാവ് ടു മാരി. The only solution that came before her is that she has to get married. അവൾ എന്ത് ചെയ്യണം? കല്യാണം കഴിക്കണം. Laura again tries to tell the truth to her mother and says that it will never happen because she is crippled. അപ്പോൾ അവൾ പറയാണ് ഇല്ല, ഒരിക്കലും ഇത് സംഭവിക്കില്ല, കാരണം ഐ എം എ ക്രിപ്പിൾഡ് വുമൺ അല്ലേ. ഐ എം എ ക്രിപ്പിൾ ഗേൾ എന്ന് പറയുമ്പോൾ അമാൻഡ ആൻസേഴ്സ് ലോറ ബൈ വാർണിംഗ് ഹെർ നെവർ ടു കോൾ ഹെർ സെൽഫ് ദാറ്റ്. ഷി ഇൻസിസ്റ്റ് ദാറ്റ് ലോറ വിൽ ജസ്റ്റ് ഹാവ് ടു ബി മോർ ചാമിങ് അല്ലേ. അതായത് അവിടെ പറയുകയാണ്, അമാൻഡ പറയാണ് നീ ഒരിക്കലും ഇനി ആ ഒരു വേർഡ് പറയരുത്, മുടന്തിയാണ് നീ എന്നുള്ള വേർഡ് ഇവിടെ ഇനി പറയരുത് അല്ലേ, നീ എന്താണ് മോർ ചാമിങ് ആണ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകളെ ആരിങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് അമാൻഡ. നൗ ദ തേർഡ് സീൻ അല്ലേ. After the fiasco of the business college, the idea of the gentleman caller for Laura becomes an obsession with Amanda. അതായത് അമാൻഡയുടെ മുന്നിൽ ഒരേ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ തൻ്റെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള മകളെ മുന്നിൽ നിരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ അയച്ച് ടൈപ്പിംഗ് പഠിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു. ബട്ട് അത് നടക്കാതായപ്പോൾ that second idea, that is the gentleman caller for Laura, becomes an obsession with Amanda. അമാൻഡയിൽ തൻ്റെ മകൾക്ക് നല്ലൊരു ഹസ്ബൻഡിനെ കണ്ടെത്തണമെന്നുള്ളൊരു ചിന്ത വരികയാണ്. ടോം ആൻഡ് അമാൻഡ ക്വാറൽ ആഫ്റ്റർ ഷി ഹാസ് സെൻഡ് ബാക്ക് ഹിസ് ലൈബ്രറി ബുക്സ് വിത്തൗട്ട് ടെല്ലിങ് ഹിം. അവർ തമ്മിൽ എന്താണ് ക്വാറൽ ഉണ്ടാവുകയാണ്. അതായത് ടോമിൻ്റെ ലൈബ്രറി പുസ്തകങ്ങളൊക്കെ അവൻ്റെ പെർമിഷൻ ഇല്ലാതെ തിരിച്ചേൽപ്പിച്ചതിൽ. ഷി അക്യൂസ് ഹിം ഓഫ് ഡൂയിങ് തിങ്സ് ഹി ഈസ് എഷെയിംഡ് ഓഫ് ആൻഡ് ഷി ഡസ് നോട്ട് ബിലീവ് ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു ദ മൂവി എവറി നൈറ്റ്. അതായത് അയാളെ അക്യൂസ് ചെയ്യാണ്. അതായത് എന്തിനാണ്, the things he is doing is shaming ആണ്. and also she could not believe that he is going to the movie every night അല്ലേ. അതായത് ടോമിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂവിയൊക്കെയാണ്. അപ്പോൾ പറയാണ് നീ ഇങ്ങനെ എല്ലാ രാത്രിയും മൂവിക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാത്ത എന്ത് തോന്നുകയാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ, നാണക്കേട് തോന്നുകയാണെന്നൊക്കെ പറയാണ്. ഹി ടെൽസ് ഹർ ഹൗ ഹി ഹേറ്റ്സ് വർക്കിംഗ് ഇൻ ദ വെയർ ഹൗസ്. അപ്പോൾ അവൻ പറയാണ്
നിങ്ങൾക്കറിയില്ല ഞാൻ എത്രമാത്രം വെറുക്കുന്നുണ്ട് ഈ ഒരു വെയർ ഹൗസിൽ, അതായത് ഇങ്ങനത്തെ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ആൻഡ് ഹി ഏൺസ് ടു ലീവ്. അവൻ പറയാണ് എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, ഒഴിവാകാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ് അല്ലേ. And Tom dashes for the door and struggles with his coat and finally flinches it's across the room into the glass menagerie. ദേഷ്യം കൊണ്ട് അവൻ എന്ത് ചെയ്യാണ്, തൻ്റെ ഡോറൊക്കെ തുറന്ന് തൻ്റെ കോട്ടൊക്കെ ഇങ്ങനെ വലിച്ചെറിയാണ്. അപ്പോൾ എന്ത് ചെയ്യണോ, ആ സമയത്ത് എന്ത് ചെയ്തു, അവിടെ തൻ്റെ സിസ്റ്ററുടെ ഗ്ലാസ് മെനാജറി അല്ലേ അതിൻ്റെ ഷെൽഫിലാണ് വീണത്. ആൻഡ് നൗ ഇറ്റ്സ് ഹാസ് ബ്രോക്കൺ. അവിടെയുള്ള ഒരുപാട് ഗ്ലാസ് മെനാജറി കളക്ഷൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി, പൊട്ടുകയാണ്, അതായത് പീസസ് ആയി പോവാണ് അല്ലേ. നൗ collects, he stops and bends to the shelf of the glass, collect the pieces but cannot speak. ഒന്നും പറയാതെ അവൻ എന്ത് ചെയ്യാണ്, അവളുടെ ആ ഒരു പൊട്ടിപ്പോയ ഗ്ലാസ് മെനാജറിയുടെ കളക്ഷൻസ് അയാളിങ്ങനെ പെറുക്കാണ്, ഒന്നും പറയാതെ അല്ലേ. അപ്പോൾ അത് നിങ്ങൾ വായിക്കണം. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടണമെങ്കിൽ അത്രയും നല്ലൊരു എന്താ പറയുക, ലോറയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ആ സമയത്തൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കട്ടോ. Tom appears drunk and loses his key at the door in the middle of the night ആണ്. അത് കഴിഞ്ഞു നമ്മൾ കാണുന്നത് എന്താണ്, now the Tom appears drunk അല്ലേ, അയാൾ കുടിച്ചിട്ടാണുള്ളത്. loses key at the door in the middle of the night അല്ലേ, തൻ്റെ കീ ഒന്നും കാണാതെയാണ്, ആകെ കുടിച്ച് ബോധം കെട്ടിട്ടാണ് വരുന്നത്. ലോറ comes to him and begs him to make up with their mother and talk to her. ലോറ വന്ന് പറയാണ് അമ്മയോട് എന്ത് ചെയ്യണം, നന്നായി സംസാരിക്കണം എന്നൊക്കെ ആര് ബെഗിയാണ് ലോറ. ദ നെക്സ്റ്റ് മോർണിംഗ് അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടോം സ്പീക്സ് ടു അമാൻഡ ആൻഡ് അപ്പോളജൈസസ്. അമാൻഡ ഡിക്ലെയർസ് ഹർ ഡിവോഷൻ ടു ദ ചിൽഡ്രൻ ആൻഡ് സ്റ്റാർട്ട്സ് ഗിവിംഗ് ഹിം ഇൻസ്ട്രക്ഷൻ അഗെയിൻ ഓൺ ഹൗ ടു ഈറ്റ്. ഇതിൽ പ്ലേയിൽ ഒട്ടാകെ നമ്മൾ കാണുന്നത് ഇവർ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആര് ഇൻസ്ട്രക്റ്റ് ചെയ്യാൻ തുടങ്ങും, അമാൻഡ. അതായത് എങ്ങനെ ഫുഡ് കഴിക്കണം അല്ലേ, എങ്ങനെ കഴിക്കരുത്. അതായത് എപ്പോഴും അവൻ്റെയോട് പറയും നിനക്ക് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന അറിയില്ല അല്ലേ, നീ ഇങ്ങനെ എന്താ പറയുക വാരി വലിച്ച് നല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ഫോക്ക് ഉപയോഗിക്കണം, നൈഫ് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഇൻസ്ട്രക്ഷൻ ആര് കൊടുത്തുകൊണ്ടേയിരിക്കും, അമാൻഡ. അപ്പോൾ അവർ അതിൻ്റെ ക്വാറലിന് ശേഷം പിറ്റേന്ന് ടോം വന്ന് സോറിയൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാണ്, പിന്നെയും അവൾ എന്ത് ചെയ്യാണ്, തൻ്റെ ഇൻസ്ട്രക്ഷൻ തുടങ്ങുകയാണ്. എന്നിട്ടോ അമാൻഡ പറയുകയാണ്, ഇൻസ്ട്രക്റ്റ് ചെയ്തിട്ട് പറയാണ്, ഷീ മേക്സ് ഹിം പ്രോമിസ് നോട്ട് ടു ബിക്കം എ ഡ്രങ്കാർഡ് അല്ലേ, അതായത് ഒരിക്കലും നീ ഒരു കള്ളുകൂടിയനാകരുതെന്ന് പ്രോമിസൊക്കെ വാങ്ങാണ്. ദെൻ ആസ്ക് ഹിം ഹൗ ഹി ഫീൽസ് അബൌട്ട് ഹിസ് ലൈഫ് ഇൻ ദ അപ്പാർട്ട്മെൻറ്റ് അല്ലേ. പിന്നെ അവൻ്റോട് ചോദിക്കണം എന്താ അവനക്ക് തോന്നുന്നത് അവരുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ലൈഫിനെ കുറിച്ച്. ഷീ സേസ് ദേ ഹാവ് ടു മേക്ക് പ്ലാൻസ് ആൻഡ് പ്രൊവിഷൻസ് ഫോർ ലോറ ദാറ്റ് വൺസ് ലോറ ഹാസ് എ ഹസ്ബൻഡ് ഹീ ക്യാൻ ലീവ്. അതായത് നീ ഹസ്ബൻഡായിട്ട് ലോറയ്ക്ക് ഒരാളെ കൊണ്ട് തന്നാൽ നിനക്ക് എന്ത് ചെയ്യാം, ഇവിടം വിട്ടു പോകാം എന്നുള്ള ഒരു പ്രോമിസ് ആർക്ക് കൊടുക്കുകയാണ്, ടോമിന് കൊടുക്കുകയാണ്. അണ്ടിൽ ദെൻ ഷി ഡിമാൻഡ് ദാറ്റ് ഹി നോട്ട് തിങ്ക് അബൌട്ട് സെൽഫ്. അതുവരെ, അതായത് ലോറയ്ക്കൊരു ജെൻറ്റിൽമാൻ കോളറിനെ, ഒരു ഹസ്ബൻഡിനെ കൊണ്ടുവരുന്നത് വരെ ഹി വിൽ നോട്ട് തിങ്ക് അബൌട്ട് ഹിംസെൽഫ് ഓർ ഹിസ് ഓൺ സെൽഫ് ആൻഡ് ദാറ്റ് ഹി ആസ്ക് സം വൺ അറ്റ് വർക്ക് ടു ബി എ ജെൻറ്റിൽമാൻ കോളർ ഫോർ ലോറ. അവൾ ചോദിക്കുകയാണ്, അമാൻഡ നിൻ്റെ വർക്കിംഗ് പ്ലേസിൽ ആരെയെങ്കിലും കൊണ്ടുവന്നൂടെ, ആർക്ക്, നമ്മുടെ ലോറയ്ക്കൊരു ജെൻറ്റിൽമാൻ കോളറായിക്കൊണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ ടോമിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യലല്ല, അവൻ എന്ത് ചെയ്യണം, മെറൈൻ അല്ലേ ആയിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് ഒരു തൻ്റെ എക്സ്പ്ലോർ ചെയ്യുക, അഡ്വഞ്ചറിൽ, അതായത് ഇങ്ങനത്തെ എന്താ പറയുക കടൽ യാത്രകളിലൂടെയൊക്കെ എക്സ്പ്ലോറേഷനും അഡ്വഞ്ചറൊക്കെ നടത്താനായിരുന്നു ആരുടെ ആഗ്രഹം, ടോമിൻ്റെ. പക്ഷേ ഇതൊക്കെ അവൻ ഫാമിലിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അമ്മ പറയാണ് ലോറയ്ക്ക് ആരെ കൊണ്ടുവരും വരെ, ഒരു ജെൻറ്റിൽമാൻ കോളർ കൊണ്ടുവരും വരെ നീ എന്ത് ചെയ്യരുത്, നിന്നെക്കുറിച്ച് ആലോചിക്കരുത്. അമാൻഡ ഈസ് ഗിവിംഗ് ടോം ഇൻസ്ട്രക്ഷൻ ആസ് യൂഷ്വൽ ആൻഡ് ടെല്ലിംഗ് ഹിം ദാറ്റ് ഹി സ്മോക്സ് ടു മച്ച്. അഞ്ചാമത്തെ ആക്ച്വലി നമ്മൾ കാണാണ് എപ്പോഴത്തെ പോലെ അയാളെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഇൻസ്ട്രക്ട് ചെയ്യാണ്, നീ ഇങ്ങനെ വല്ലാതെ സ്മോക്ക് ചെയ്യുന്നുണ്ട്. ടോം ബിക്കംസ് ദ നെറേറ്റർ ഇൻ മെമ്മറി പ്ലേ വൺസ് അഗെയിൻ. ഹി ടോക്സ് അബൌട്ട് ദ പാരഡൈസ് ഡാൻസ് ഹാൾ അക്രോസ് ദ അലേ ഫ്രം ദം ആൻഡ് ഹൗ കപ്പിൾസ് were caught up in their private lives while in Spain there was Guernica civil war and in Europe the world was waiting on the brink of the war. അതായത് അവിടെ സ്റ്റോറി നടക്കുക മീൻസ്
എന്താണ് നെറേറ്റർ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു കോൺവെർസേഷൻ മൂഡിലാണ് കാണുന്നത്. പക്ഷെ നമ്മൾ സീൻ 5 ആകുമ്പോൾ നമ്മൾ കാണുന്നു പിന്നെയും ടോം അവിടത്തേക്ക് വരികയാണ്. എന്നിട്ടോ അവിടെ നെറേറ്ററിൻ്റെ റോളിൽ അദ്ദേഹം ഓർമ്മിക്കുകയാണ്. അതായത് അവിടെയുള്ള ഡാൻസ് ഹാളിൽ അല്ലേ ഓരോ കപ്പിൾസും അവരുടെ പ്രൈവറ്റ് ലൈഫുമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന സമയത്ത് എന്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ സ്പെയിനിലും അല്ല യൂറോപ്പൊട്ടാകെ യുദ്ധത്തിൻ്റെ ആ ഒരു ഭീഷണിയിൽ നിൽക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യായിരുന്നു എല്ലാവരും അവരുടെ എന്താ പറയുക ആ ഒരു പാരഡൈസ് ഡാൻസ് ഹാളിൽ അവരിങ്ങനെ എന്ത് ചെയ്യായിരുന്നു സ്പെൻഡ് ചെയ്യായിരുന്നു അല്ലേ അവരുടെ ലൈഫ്. ടോം ദെൻ ബാങ്ക്സ് ടു അമാൻഡ. പിന്നെയും നമ്മൾ അമാൻഡയിലേക്ക് എത്താണ്. ടെൽസ് ഹർ ദാറ്റ് ദേ ആർ അറ്റ്ലീസ്റ്റ് ഗോയിങ് ടു ഹാവ് എ ജെൻറ്റിൽമാൻ കോളർ അല്ലേ അവർക്കൊരു ജെൻറ്റിൽമാൻ കോളർ വേണം. ഹി എക്സ്പ്ലെയിൻ ദാറ്റ് ഹി ഹാസ് ആസ്ക്ഡ് സംവൺ ഫ്രം വർക്ക് ടു കം ഓവർ ഫോർ ഡിന്നർ ദ വെരി നെക്സ്റ്റ് നൈറ്റ്. അപ്പോൾ പറയാണ് നാളെ രാത്രി എൻ്റെ വർക്കിംഗ് പ്ലേസിൽ നിന്ന് ഒരാൾ ഇവിടെ ഡിന്നറിന് വരും. അമാൻഡ മസ്റ്റ് നൗ റഷ് അറൗണ്ട് ഇൻ എക്സൈറ്റഡ് പ്രിപ്പറേഷൻ. അങ്ങനെ തൻ്റെ മകൾക്കൊരു ജെൻറ്റിൽമാൻ കോളർ വരുന്നു എന്നറിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി. ഷി ബിഗാൻ ടു മേക്ക് ദ പ്രിപ്പറേഷൻ. എക്സൈറ്റഡ് പ്രിപ്പറേഷൻ ആണ് അല്ലേ. ടോം മീൻ വൈൽ ഈസ് വറീഡ് അബൌട്ട് ലോറ ബീങ് ഡിഫറെൻറ്റ് ആൻഡ് പെക്കുലർ. അവൾ ടോം ആരെക്കുറിച്ച് ലോറയെ കണ്ടപ്പോൾ അവന് മനസ്സിലായി. ഷി ബിക്കം സം വാട്ട് ഡിഫറെൻറ്റ് ആൻഡ് പെക്കുലർ. അമാൻഡ ബ്രഷസ് ദാറ്റ് aside and the scene ends with Amanda asking Laura to make a wish on the moon, a wish for happiness and good future. ഇവിടെ നമ്മൾ ഈ സീൻ എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അമാൻഡ ലോറയോട് പറയാണ് എന്ത് ചെയ്യാൻ വേണ്ടി ഡ്രീം ചെയ്യാൻ വേണ്ടി. എന്താ ഡ്രീം ചെയ്യേണ്ടത്? എ ഹാപ്പിനെസ് ആൻഡ് ഗുഡ് ഫോർച്യൂൺ. നല്ലൊരു സന്തോഷവും ഫോർച്യൂണും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ് ആഗ്രഹിച്ചു കൊണ്ടുള്ള എന്ത് ഡ്രീം ചെയ്യാൻ വേണ്ടി ആരോട് പറയാണ്? തൻ്റെ മകളോട് പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നൗ ദ സിക്സ്ത് സീൻ. ഓക്കെ, സിക്സ്ത് സീൻ. ഓക്കെ, താങ്ക് യു. സിക്സ്ത് സീനിൽ നമ്മൾ കാണുന്നത് എന്താണ്? നൗ ദ അപ്പാർട്ട്മെൻറ്റ് ഈസ് റെഡി ഫോർ ദ ജെൻറ്റിൽമാൻ കോളർ അല്ലേ. അവിടെ കാണുന്നു നമ്മൾ ആർക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടന്നു കഴിഞ്ഞു. അവിടെ വരാൻ പോകുന്ന ജെൻറ്റിൽമാൻ കോളർ ആരാണ്? ജിം ഓ കോണർ, ഹു വാസ് ദ മോസ്റ്റ് ലൈക്ലി ടു സക്സീഡ് അറ്റ് ദ ഹൈ സ്കൂൾ ഹി അറ്റൻഡഡ് വിത്ത് ടോം അല്ലേ. ആൻഡ് അതായത് ടോമിന് സ്കൂളിൽ നിന്ന് ഒക്കെ പരിചയമുള്ള ഒരു ഹൈസ്കൂൾ പരിചയക്കാരുമായിട്ടുണ്ടായിരുന്നു, ടോമുമായിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ Jim likes to be around Tom at work because Tom remember the glory of his high school days. അതായത് ടോം എന്ന് പറഞ്ഞാൽ എന്താണ്? And Jim likes to be around Tom at work because Tom remembers the glory of high school days. അതായത് ടോമിന് ജിം എന്താണ് ടോമുമായിട്ട് വർക്കിംഗ് പ്ലേസിൽ നല്ലൊരു ടേംസിലാണ്. കാരണം അവരുടെ ആ ഒരു ഹൈസ്കൂൾ ലൈഫും അവരുടെ ഗ്ലോറിയൊക്കെ അയാൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ അമാൻഡ പുട്സ് ഓൺ ഡ്രസ് ഫ്രം ഹെർ പാസ്റ്റ് ആൻഡ് വൺ ദാറ്റ് ഷീ വോർ വെൻ ഷീ മെറ്റ് ഹെർ ഹസ്ബൻഡ്. അമാൻഡ നല്ലൊരു ഡ്രസ്സൊക്കെ ധരിച്ചു. അവൾ പണ്ട് തൻ്റെ ഹസ്ബൻഡ് തന്നെ ആദ്യമായി കാണാൻ വന്നപ്പോൾ ഇട്ട ഡ്രസ്സൊക്കെ ആയിരുന്നു ധരിച്ചത്. വെൻ ലോറ ഫൈൻഡ്സ് ഔട്ട് ദാറ്റ് ദ കോളർ മൈറ്റ് ബി ദ ബോയ് ഷീ ഹാഡ് എ ക്രഷ് ഓൺ ഹൈ സ്കൂൾ, ഷീ റെഫ്യൂസ് ടു ആൻസർ ദ ഡോർ ആൻഡ് ത്രെറ്റൻ നോട്ട് ടു ഈറ്റ് അറ്റ് ദ ഡിന്നർ ടേബിൾ. 4 അങ്ങനെ അവൾ വന്നു കഴിഞ്ഞപ്പോൾ ലോറ മനസ്സിലാക്കാണ് ആ ജെൻറ്റിൽമാൻ കോളർ ആരാണ്. അത് തൻ്റെ സ്കൂൾ ജീവിതകാലത്ത് താൻ അട്രാക്റ്റ് ചെയ്യപ്പെട്ട ഒരു ബോയ് ആണെന്ന് അറിഞ്ഞപ്പോൾ, അതായത് തനിക്ക് പരിചയമുള്ള ഒരാളാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? ഷി റെഫ്യൂസ് ടു ആൻസർ ദ ഡോർ ആൻഡ് ത്രെറ്റൻ നോട്ട് ടു ഈറ്റ് അറ്റ് ദ ഡിന്നർ ടേബിൾ. അവരുടെ ഒപ്പം ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് മാറിപ്പോവാണ് ചെയ്യുന്നത്. വെൻ ജിം അറൈവ്സ് അമാൻഡ ഊസസ് ഹെർ സതേൺ ചാം ആൻഡ് ടോക്കിംഗ് നോൺ സ്റ്റോപ്പ്. അതായത് ജിമ്മ് വന്നപ്പോൾ അമാൻഡ എന്ത് ചെയ്യാൻ തുടങ്ങി സംസാരിക്കാൻ. അവളുടെ സതേൺ ലൈഫ് പാസ്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ടോക്കിംഗ് നോൺ സ്റ്റോപ്പാണ് അല്ലെ, നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോം ടെൽസ് ഹിം സീക്രറ്റ്ലി ദാറ്റ് ഹി ബോട്ട് എ സീമാൻ ടിക്കറ്റ് വിത്ത് എ മണി ഫോർ ദെയർ ലൈറ്റ് ബിൽ. ആ സമയത്ത് ടോം സീക്രട്ടായിട്ട് ഇയാളോട് പറയുകയാണ്, നമ്മൾ ഇന്ന് എവിടെ പോകും? അതായത് ഒരു മറൈൻ സീമാൻ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യത്തിന് പോകാൻ വേണ്ടി മെറൈൻ എന്താ പറയുക ഡ്രൈവിന് പോകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ആ മണി എവിടെ നിന്ന് കിട്ടിയതാണ്? ഫ്രം ദ ലൈറ്റ് ബിൽ. വീടിൻ്റെ കറണ്ട് ബില്ലടക്കാൻ അമ്മ കൊടുത്ത പണമായിരുന്നു. ലോറ റിയലൈസ് ദാറ്റ് ദ കോളർ ഈസ് എ യങ് മാൻ ഷീ ന്യൂ അറ്റ് സ്കൂൾ ആൻഡ് ഷീ ഹൈഡ് ദ കിച്ചൺ ബിക്കമിങ് ഫെയിൻഡ് ആൻഡ് ഇൽ വിത്ത് ഫീവർ. അവൾ മനസ്സിലാക്കി ഇന്ന് വന്ന ഒരു ജെൻറ്റിൽമാൻ കോളർ ആരാണ്? താൻ സ്കൂളിൽ നിന്ന് കണ്ട അതേ യങ് മാനാണ് അല്ലേ. അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കിച്ചണിൽ ഒളിച്ചു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു? തലകറങ്ങി വീഴാണ്. ആൻഡ് ഇൽ വിത്ത് ഫീവർ. പനി പിടിച്ചു പോയി ആർക്ക്? നമ്മുടെ ലോറയ്ക്ക്. നൗ ദ 7th സീൻ.
സെവൻത്ത് സീൻ ദ ലൈറ്റ്സ് ഗോസ് ഔട്ട് ഇൻ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ജിമ്മും ഇവരൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, നൗ ദ ലൈറ്റ് ഗോസ് ഔട്ട് ഇൻ ദ അപ്പാർട്ട്മെൻറ്റിലെ ലൈറ്റ് കെട്ടുപോവാണ്. അമാൻഡ ഡിക്ലെയർസ് ഹൗ ലക്കി ദേ ആർ ദാറ്റ് ദേ ഹാവ് കാൻഡിൽസ് ഓൺ ദ ടേബിൾ. അപ്പോൾ അമാൻഡ പറയാണ് വി ആർ ലക്കി ദാറ്റ് വി ഹാവ് കാൻഡിൽ ഓൺ ദ ടേബിൾ അല്ലേ. When Amanda realized that Tom has not paid the light bill, she maintains her southern charm and punishes him by making him come with her into kitchen and wash the dishes. അതായത് അവൾ പിന്നെ മനസ്സിലാക്കാണ് ടോം എന്ത് ചെയ്യില്ല, ലൈറ്റ് ബില്ല് അടച്ചില്ലെന്നറിയുകയും അപ്പോൾ എന്ത് ചെയ്യുന്നു, അവളുടെ ആ ഒരു സദേൺ ചാമോട് കൂടി തന്നെ എന്ത് ചെയ്യുന്നു, ഷീ പണിഷസ് ഹിം അല്ലേ. എന്നിട്ടോ അതായത് അയാളോട് എന്ത് ചെയ്യാൻ പറയാണ്, കിച്ചണിൽ വന്ന് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ്. ആർക്ക്? ടോമിന്. ജിം ആൻഡ് ലോറ ആർ ലെഫ്റ്റ് അലോൺ ഇൻ ദ ലിവിംഗ് റൂം. ഇപ്പോൾ ജിമ്മും ലോറയും മാത്രമേ ഉള്ളൂ. ജിം പുട്സ് ദ കാൻഡിൽ ഓൺ ദ ഫ്ലോർ ആൻഡ് ആസ്ക് ലോറ ടു സിറ്റ് ഓൺ ദ ഫ്ലോർ വിത്ത് ഹിം അല്ലേ. ഇപ്പോൾ പറയാണ് ലോറയോട് എവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, ഫ്ലോറിൽ ഇരിക്കാൻ വേണ്ടി പറയാണ് ആര്, നമ്മുടെ ജിം. ഹി ഇമ്മീഡിയറ്റ്ലി ടെൽസ് ലോറ ദാറ്റ് ഷീ ഈസ് എൻ ഓൾഡ് ഫാഷൻഡ് ടൈപ്പ് ഓഫ് ഗേൾ. പെട്ടെന്ന് പറയുകയാണ്, നീ ആരാണ്, ഒരു ഓൾഡ് ഫാഷൻഡ് ഗേൾ ആണെന്ന് ആര് പറയുന്നു, ജിം. ലോറ സഡൻലി ആസ്ക് ഹിം ഇഫ് ഹീ സ്റ്റിൽ സിങ്സ്. അപ്പോൾ ലോറ പെട്ടെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോഴും പാട്ട് പാടാറുണ്ടോ? ഇറ്റ് ഈസ് ദെൻ ദാറ്റ് ജിം റിയലൈസ് ദാറ്റ് ഹി റെക്കഗ്നൈസസ് ലോറ ആൻഡ് ദാറ്റ് ഹി കോൾഡ് ഹെർ ബ്ലൂ റോസസ്. അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവന് മനസ്സിലായത് ഈ ഒരു കുട്ടിയെ ആരാണ്, താൻ സ്കൂൾ ഡേയ്സിൽ കാണാറുള്ള, താൻ എപ്പോഴും വിളിക്കാറുള്ള ബ്ലൂ റോസസ് എന്ന് വിളിക്കുന്ന പെൺകുട്ടിയാണിതെന്ന് അവന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അവനെപ്പോഴും നമ്മുടെ ലോറയെ ബ്ലൂ റോസസ് എന്നായിരുന്നു വിളിക്കാറ്. കാരണം അവൾക്ക് എന്തുണ്ടായിരുന്നു, ഒരു അസുഖമുണ്ടായിരുന്നു, പ്ലൂറോസിസ് എന്നൊരു അസുഖം. എന്താണ് പ്ലൂറോസിസ്? പ്ലൂറോസിസ് എന്ന് പറഞ്ഞാൽ ലങ്സ് ഡിസീസാണ്, ഒരു ശ്വാസപരമായ ആസ്മ പോലുള്ളൊരു അസുഖം. അങ്ങനെ ഒരു അസുഖം അവർക്ക് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്ലൂറോസിസിൽ നിന്ന് ബ്ലൂ റോസസ് എന്ന പേരിൽ ആരെ വിളിക്കാറുണ്ട്, നമ്മുടെ ലോറയെ ആര് വിളിക്കാറുണ്ട്, ജിം. അപ്പോൾ അങ്ങനെ ദേ ലുക്ക് അറ്റ് ദെയർ ഹൈസ്കൂൾ ഇയർ ബാക്ക് ടുഗെദർ. അങ്ങനെ അവരുടെ പഴയ ഹൈസ്കൂൾ ഡേയ്സിലൊക്കെ ഓർമ്മിക്കുകയാണ്. ജിം ട്രൈസ് ടു ചിയർ ലോറ. ഹി ടെൽസ് ഹെർ ദാറ്റ് ഇഫ് ഷീ ഈസ് ഡിസപ്പോയിൻറ്റഡ് വിത്ത് ഹെർ ലൈഫ് നോട്ട് ടു ബി ഡിസ്കറേജ്ഡ് അല്ലേ. അതായത് അവളോട് പറയാണ്, നീ നിൻ്റെ ലൈഫിൽ ഡിസപ്പോയിൻറ്റഡ് ആണെങ്കിലും ഒരിക്കലും നീ എന്താ ഡിസ്കറേജ് ആകാൻ പാടില്ല. ലോറ ടെൽസ് ജിം ദാറ്റ് ഹെർ ഗ്രേറ്റസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ കളക്ഷൻ ഓഫ് ഗ്ലാസ് ആനിമൽ. അപ്പോൾ അവൾ പറയാണ്, എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ആനിമൽസിലാണ്. He tells her that he's going to go into television and make something of himself. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാണ്, ടെലിവിഷനിൽ പോവുകയാണെന്നും അതിൽ വർക്ക് ചെയ്യാൻ നോക്കുകയാണെന്നും ഒക്കെ പറയാണ്. അങ്ങനെ അവരവരുടെ പ്ലാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഷീ ഷോസ് ഹിം ഹെർ യൂണിക്കോൺ, എ ഹോസ് വിത്ത് എ ഹോൺ കമ്മിങ് ഫ്രം ഇറ്റ്സ് ഫോർ ഹെഡ്. അതായത് ഒരു 1 ഹോണോട് കൂടിയ ഒരു യൂണിക്കോണിൻ്റെ ഒരു ഗ്ലാസ് എന്ത് കാണിച്ചു കൊടുക്കുകയാണ്, ഫിഗർ കാണിച്ചു കൊടുക്കുകയാണ്. ജിം പ്ലേസസ് ദ ഗ്ലാസ് യൂണിക്കോൺ ഓൺ ദ കോഫി ടേബിൾ ആൻഡ് ആസ്ക് ലോറ ടു ഡാൻസ് ടു ദ മ്യൂസിക് കമ്മിങ് ഫ്രം അക്രോസ് ദ ലേ. അപ്പോൾ അതിനെ ഗ്ലാസ് യൂണിക്കോണിനെ അവിടെ കോഫി ടേബിൾ മേൽ വെച്ചുകൊണ്ട് അവളോട് പറയാൻ, ഡാൻസ് ചെയ്യാൻ, ഏത് പുറത്തുനിന്ന് വരുന്ന മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് ചെയ്യാൻ പറയാണ്. ഷീ ലെറ്റ്സ് ഹെർ സെൽഫ് ഗോ വേൾഡ്സ് അറൗണ്ട് ആൻഡ് ദേ നോക്ക് ദ ടേബിൾ. അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ ചുറ്റാൻ തുടങ്ങി അല്ലേ. ചുറ്റിപ്പോൾ എന്ത് ചെയ്തു, ഇറ്റ് നോക്ക് ദ ടേബിൾ ത്രോയിങ് ദ യൂണിക്കോൺ ഓൺ ദ ഫ്ലോർ അല്ലേ. അതായത് അവൾ ചുറ്റി എന്ത് ചെയ്യാണ്, ആ ഒരു യൂണിക്കോൺ ടേബിളിൽ നിന്ന് വീണ് പൊട്ടുകയാണ്. ബ്രേക്കിംഗ് ഓഫ് ഇറ്റ്സ് ഹോൺ, അതിൻ്റെ ആ ഒരു 1 ഹോൺ ഉണ്ടല്ലോ അതങ്ങ് പൊട്ടിപ്പോയി. ജിം ഫീൽസ് ടെറിബിൾ അല്ലേ. ബട്ട് ലോറ ടെൽസ് ഹിം ഇറ്റ്സ് ഓൾ റൈറ്റ് ബിക്കോസ് നൗ ദ ആനിമൽ ഈസ് മോർ ലൈക്ക് ദ അതേഴ്സ് വിൽ ഫീൽ മോർ കംഫർട്ടബിൾ അല്ലേ. നല്ലൊരു ഇൻസിഡൻ്റ് ആണ്. യൂണിക്കോണിന് 1 ഹോണായിരുന്നുള്ളത്, ആ ഹോണങ്ങ് പൊട്ടിയപ്പോൾ എന്തായി, നൗ ഇറ്റ്സ് ബിക്കംസ് എ നോർമൽ ആനിമൽ ഓർ ഇറ്റ്സ് ബിക്കം മോർ ലൈക്ക് അതേഴ്സ് ആൻഡ് വിൽ ഫീൽ മോർ കംഫർട്ടബിൾ. ഇപ്പോൾ അതിനെ കാണുമ്പോൾ ഒരു മോർ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു എന്നൊക്കെ പറയാണ്. ജിം ടെൽസ് ലോറ ഹൗ പ്രെറ്റി ഷീ ഈസ് അല്ലേ. അവളോട് പറയുന്നത്, നീ എത്രമാത്രം പ്രറ്റിയാണ്. ഹി കൺഫസസ് ദാറ്റ് ഹി വോണ്ട് ബി കമ്മിങ് ബാക്ക് അഗെയിൻ ഫോർ അനദർ വിസിറ്റ് ബിക്കോസ് ഓഫ് ദ സ്ട്രിങ്സ് ഹിസ് എൻഗേജ്ഡ് ടു ബി മാരീഡ്. അപ്പോൾ അയാൾ റിവീൽ ചെയ്യാണ്, എനിക്ക് തിരിച്ചിവിടെ എന്നും കൂടി വരാൻ പറ്റില്ല. കാരണം എന്താണ്, ഐ എം എൻഗേജ്ഡ് ടു ബി മാരീഡ്, ഞാൻ ഒരാളുമായി എൻഗേജ്ഡ് ആണ്. ഹിസ് ഫിയാൻസി ഈസ് ഔട്ട് ഓഫ് ടൗൺ, ദാറ്റ് ഇസ് വൈ ഹി ആക്സെപ്റ്റഡ് ദ ഡിന്നർ ഇൻവിറ്റേഷൻ ഫ്രം ടോം. അതായത് തൻ്റെ ഫിയാൻസ് എവിടെയുള്ളത്, ഔട്ട് ഓഫ് ടൗണിലാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്,
ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചത് എന്നൊക്കെ പറയണം. ലോറ ഹാൻഡ്സ് ഹിം ദ ബ്രോക്കൺ യൂണിക്കോൺ ആൻഡ് വാണ്ട്സ് ഹിം ടു ഹാവ് ഇറ്റ് ആസ് എ സൊനീർ. അതായത് ഒരു ഓർമ്മ പുതുക്കലായിട്ട് എന്ത് കൊടുക്കുകയാണ്, തൻ്റെ ബ്രോക്കൺ യൂണിക്കോൺ ആർക്ക് കൊടുക്കുകയാണ്, ലോറ നമ്മുടെ ജിമ്മിന് കൊടുക്കുകയാണ്. വെൻ അമാൻഡ ഫൈൻസ് ഹിം ജിം ഈസ് എൻഗേജ്ഡ്. അങ്ങനെ അമാൻഡ അറിയുകയാണ് ജിം എൻഗേജ്ഡ് ആണെന്ന്. ഷി ഫൈറ്റ് വിത്ത് ടോം ആഫ്റ്റർ ജിം സേസ് ഗുഡ് ബൈ ടു ദ ത്രീ ഓഫ് ദം. ജിം അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞു പോയപ്പോൾ ടോമുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ടോം റൺസ് അവേ ആൻഡ് ആസ് ഹി ടേൺസ് ടു ദ ഓഡിയൻസ് വി സീ അമാൻഡ കംഫർട്ടിങ് ലോറ ഇൻ എ റയർ ലവിങ് മൊമെൻറ്റ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അയാളിങ്ങനെ ഓടുകയാണ്, അമ്മ അടിക്കാൻ ഓടിയപ്പോൾ. ആ സമയത്ത് നമ്മൾ കാണുന്നത് പിന്നിൽ നിന്ന് അമാൻഡ തൻ്റെ മകളെ ഇങ്ങനെ കംഫർട്ടിങ് വോയിസോട് കൂടി, ലവിങ് അല്ലേ വോയിസോട് കൂടി ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കൺസോൾ ചെയ്യുന്നുണ്ട് അല്ലേ. ടോം ടെൽസ് ഓഫ് ഹൗ ഫാർ ആൻഡ് ഫാസ്റ്റ് ഹി ഹാസ് കെപ്റ്റ് മൂവിങ് ട്രൈങ് ടു ലീവ് ലോറാസ് ഇമേജ് ബിഹൈൻഡ് അല്ലേ. അവൻ പറയാണ് ഞാൻ എന്താണ്, അവനിങ്ങനെ മൂവിയാണ് അല്ലേ, അവൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ പിന്നെ നടക്കുകയാണ്. എന്നിട്ടോ തൻ്റെ ലോറയുടെ ഇമേജ്, തൻ്റെ സിസ്റ്ററുടെ ഇമേജ് ബാക്കിൽ വെച്ചുകൊണ്ട് ഇൻ ഹിസ് ലാസ്റ്റ് വേർഡ് ഹി ആസ്ക്ഡ് ലോറ ടു ബ്ലോ ഔട്ട് ദ ലൈറ്റ് ഓഫ് ഹർ കാൻഡിൽ. ഷീ ലേൺസ് ടുവേർഡ്സ് ദം ആൻഡ് ഇൻ എ മൊമെൻറ്റ് ദ തിയേറ്റർ ഈസ് ഡാർക്ക്. അതായത് എന്ത് ചെയ്തു, ഇപ്പോൾ അദ്ദേഹം ലോറയോട് പറയാണ് എന്ത് ചെയ്യാണ്, ബ്ലോ ഔട്ട് ദ ലൈറ്റ്, എന്ത് കത്തിക്കാൻ, ലൈറ്റ് കത്തിക്കാൻ പറയാണ്. ഓഫ് ഹർ സോറി 1 second. അതായത് നൗ ഹി ആസ്ക് ലോറ ടു ബ്ലോ ഔട്ട്. ഓക്കെ, നമ്മൾ കാണുന്നത് ടോം എന്ത് ചെയ്യാണ്, പറയുകയാണ് ആരോട്, ലാസ്റ്റ് വേർഡ് ലോറയോട് എന്തിന്, ബ്ലോ ഔട്ട് ദ ലൈറ്റ് ഓഫ് ഹർ കാൻഡിൽ, അവളുടെ കാൻഡിലിൻ്റെ വെളിച്ചം കെടുത്താൻ വേണ്ടി. ഷീ ലീൻസ് ടുവേർഡ്സ് ദം ഇൻ എ മൊമെൻറ്റ് ദ തിയേറ്റർ ഈസ് ഡാർക്ക്. അതായത് അത് കെടുത്താൻ വേണ്ടി അവളിങ്ങനെ അതിൻ്റെ ഇങ്ങനെ കുഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ കാണുന്നു തിയേറ്റർ എന്തായിട്ടുണ്ട്, ഡാർക്കായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു, ഒരു എന്ത് വരികയാണ്, ഒരു ശൂന്യത നമുക്ക് കാണാം എന്നും പറഞ്ഞ് പ്ലേ എന്ത് ചെയ്യാണ്, എൻഡ് ചെയ്യാണ്.